വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും വന്നോളൂ കൂടെ. ഐശ്വര്യമായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം ഞങ്ങളുടെ അടിപൊളി യാത്ര. ഏകദേശം ഒരു 5 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയത്. കാരണം വേറൊന്നുമല്ല, എപ്പോഴത്തെയും പോലെ ഞങ്ങൾ തന്നെ ലേറ്റാക്കി. എന്നാൽ പിന്നെ മന്തി കഴിച്ചിട്ടാവാം ബാക്കിയെന്ന് വിചാരിച്ചു. നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയാണ് ഗൈസ്. അങ്ങനെ ട്രാവൽ ചെയ്ത് വാഗമൺ എത്താറായി. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഞാൻ ഉറങ്ങി. എണീറ്റപ്പോഴത്തെ കാഴ്ചയാണിത്. നല്ല കോടയും കൂടെ പാട്ടും. ആഹാ, അടിപൊളി. ദേ നോക്കിയേ, ഇപ്പം മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ വിലക്കുറവിൽ എല്ലായിടത്തും മാങ്ങ കാണാം. എന്ത് ഭംഗിയല്ലേ കോട ഇറങ്ങി വരുന്നത് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് ഇപ്പോൾ ഒരു ചർച്ചിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചില്ലടിച്ച് പോകുന്ന വഴിക്ക് കുറച്ച് കോടയൊക്കെ കണ്ടു. അങ്ങനെ ചർച്ചിൻ്റെ അടുത്ത് എത്താറായി. ഇതാണ് കേട്ടോ ആ ചർച്ച്. അങ്ങനെ ചർച്ചിൻ്റെ അകത്തോട്ട് കുറച്ചകത്തോട്ട് കയറണം കേട്ടോ ചർച്ചിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരം പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്താലേ ഗൈഡ് നമ്മുടെ അടുത്തോട്ട് വരത്തുള്ളൂ. ഇതാണ് കേട്ടോ ആ ചർച്ചിൻ്റെ താഴെയുള്ള പാർക്കിംഗ് ഏരിയ. ഇവിടെയും കാണാം അടിപൊളി കുന്നും കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ. അപ്പോൾ പിന്നെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചില്ലടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്, കണ്ടില്ലേ കണ്ണാടിയൊക്കെ വെച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം മഞ്ഞൊക്കെ കണ്ട് നിന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഇത് ഞങ്ങൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താണ് കേട്ടോ ഈ സ്ഥലം കണ്ടത്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ റിസോർട്ടിൽ എത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുമായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ കുറച്ച് ഫോട്ടോയും ആവാമല്ലോ. അതേ കണ്ടില്ലേ, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ കോട ഇറങ്ങിയിട്ട് പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടോ, വണ്ടി വരുന്നത് പോലും ശരിക്കും കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ നമ്മുടെ ഗൈഡ് വന്നു. നമ്മളിന്ന് ജീപ്പിലാണ് കേട്ടോ പോകുന്നത്. കാരണം അങ്ങോട്ടുള്ള അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. ഇവരെയൊക്കെ പരിചയപ്പെടുത്താം. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു. നമുക്കിനി പോകാൻ ഒരു 10-20 മിനിറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ യാത്രയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ഗൈഡിനോട് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മൾ അങ്ങോട്ട് ഒരു റോഡെയാണ് നമ്മൾ വന്നത്. റോഡേ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ടേൺ എടുത്ത് പിന്നെ അവരുടെ സ്ഥലത്തോട്ട് കയറി. ആ സ്ഥലത്തൂടാണ് നമുക്ക് ഈ ജീപ്പിൽ പോകുമ്പം കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇവിടെ മൊത്തം തേയിലത്തോട്ടമാണ് കേട്ടോ. കൂടെ മഞ്ഞും കോടയും, അടിപൊളി കാഴ്ച. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവിടേക്ക് എത്താൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഗമൺ ഫുൾ കാണാൻ പറ്റും നമ്മുടെ റിസോർട്ടിൽ നിന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ഓൾറെഡി എക്സൈറ്റഡ് ആവുമല്ലോ. അതുകൂടാതെ നമ്മൾ കുറച്ച് ഫാമിലി ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് പോലെ തന്നെ. അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന ഒരു ട്രിപ്പ് പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ വഴിയൊക്കെ കണ്ടില്ലേ, മൊത്തം കല്ലും മണ്ണൊക്കെ ആയിട്ട് ഒരു വല്ലാത്ത വഴിയായിരുന്നു. പക്ഷേ സാരമില്ല, നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇല്ലിക്കൽക്കല്ലൊക്കെ കണ്ടേ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടിട്ട് അതിൻ്റെ വ്യൂവും കൂടെ കണ്ടിട്ടാവാം ബാക്കി യാത്രയെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഗൈഡാണ് കേട്ടോ നമുക്ക് ഇല്ലിക്കൽക്കല്ല് അവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു തന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ അവരെടുത്തു. ഞാനും പിന്നെ നമുക്ക് നിങ്ങളെയും കാണിക്കണമല്ലോ, നമ്മൾ മാത്രം പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനിടയ്ക്ക് നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ജീപ്പ്. അങ്ങനെ എല്ലാവരും ഫോട്ടോയും വീഡിയോസും എടുക്കുന്ന ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്നേ. അങ്ങനെ പിന്നെ ഈ ദുർഘടമായ വഴി കൂടെ പിന്നെയും നമ്മൾ പോയി. അങ്ങനെ നമ്മുടെ റിസോർട്ട് ഇതാ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് റിസോർട്ട് കേട്ടോ. ഇതാണ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലല്ലോ, നമുക്ക് കാണാം. അപ്പം ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടോ, വന്നപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ, അവിടെ പൂളുണ്ട്. പൂളൊക്കെ ഇങ്ങനെ എല്ലാവരും നോക്കി. ഇനി ഇതിൻ്റെ അടുത്ത പാട്ട് വരുന്നുണ്ട്. അതിലാണ് കേട്ടോ നമ്മുടെ രാത്രിയിലെ കാഴ്ചകളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.